എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അച്ഛാ, ഗൗരിയമ്മ എന്താ പറഞ്ഞ്? എന്ത് സത്യം നാട്ടുകാരറിയെന്ന് പറഞ്ഞു? ലച്ചു ചോദിച്ചു. എന്തോ പറയണമെന്നറിയാ ഗിരി രാധികയെ നോക്കി. ഗൗരിയമ്മയോ? നിനക്കൊരു അമ്മയേ ഉള്ളൂ, അത് ഞാനാ. എന്നും അവളുടെ പേര് പോലും മിണ്ടിപ്പോരുത്. അത്രയ്ക്ക് ചതിയാ അവൾ അവളുടെ മോനും കെട്ടിയവനും കാണിച്ച്. അമ്മയെന്ന് നീ കൂട്ടി വിളിച്ചപ്പോ നിന്റെ മനസ്സിൽ അവൾക്ക് നൽകിയ അമ്മയുടെ സ്ഥാനമായിരുന്നില്ല അവളുടെ മനസ്സിൽ നിനക്കെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. രാധിക വേദനയോടെ പറഞ്ഞു. കഴിഞ്ഞില്ല രാധികയെ. അവളെന്നല്ല ആരും ഇനി നമ്മുടെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല. അവളിപ്പോ സുരക്ഷിതമായ കൈകളിലാ. ആനന്ദിനെ നോക്കിയൊരു വിശ്വാസത്തോടെ ഗിരി പറഞ്ഞു. അവനത് കേട്ട് പുഞ്ചിരിച്ചു. അച്ഛാ, ഞാൻ ചോദിച്ചുള്ള മറുപടി എനിക്ക് കിട്ടിയില്ല. അവരെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ്? എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ലച്ചു വീണ്ടും അതേ കാര്യം ആവർത്തിച്ചു. അവർ മറുപടി നൽകാനാവാതെ കുഴഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാനാണല്ലോ എനിക്കൊന്നും ആഗ്രഹം. ഞങ്ങൾ ഇറങ്ങുക. ആനന്ദ് അതും പറഞ്ഞ് വണ്ടിയിൽ കയറാൻ പോയതും ഗിരി ലച്ചു നോയിസ് എല്ലാം പറഞ്ഞു. അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ എന്റെ കാറിൽ കയറാൻ വന്നു. ആനന്ദ് തടഞ്ഞു. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഞാനാ. പക്ഷെ അവിടെ നിന്ന് എല്ലാവരെയും വേദനിപ്പിച്ച് ഇവിടേക്ക് വന്ന് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാര. അതുകൊണ്ട് ഇനി ആ വീട്ടിൽ നിന്റെ ആവശ്യമില്ല. ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടി നേരുതി ഭാര്യയുടെ ഒരു അവകാശം എനിക്ക് കിട്ടില്ല. നിന്റെ അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാനിത് കിട്ടിയത്. അതുകൊണ്ട് നീ എന്റെ കൂടെ വരണ്ട. ആളോട് അവൻ പറഞ്ഞു. ലച്ചു അത് കേട്ട് സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടത് ആനന്ദ മുഖം തിരിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി ഗിരിയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛനോട് ക്ഷമിക്കണം. ലച്ചുവിനെ കൂടെ കൂട്ടാൻ എനിക്കാവില്ല. പക്ഷെ ഞാൻ കിട്ടിയ താലി ഒരിക്കലും അർത്ഥമാറ്റാൻ ഞാൻ പറയില്ല. എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് സ്നേഹിച്ച് എന്നെ മറന്ന് മറ്റൊരാൾ വിവാഹം ചെയ്യാൻ തയ്യാറായി വന്നവളായുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇവൾക്ക് എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാനാവില്ല. ആനന്ദ് പറഞ്ഞു. ലച്ചു അത് കേട്ട് കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. മോനെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നില്ലേ? അവൾക്കൊരു ഇഷ്ടക്കുറവുമില്ല. ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അവളുടെ ഉള്ളിലില്ല. എന്നെ എന്റെ സ്നേഹത്തെയും ഞാൻ കൊടുത്ത വാക്കും മറന്ന് ഇറങ്ങിപ്പോയവളെ ഇനി എന്ത് വിശ്വസിച്ച് ഞാൻ സ്നേഹിക്കും? നാളെ അവ തിരിച്ചു വന്നാ വീണ്ടും അവന്റെ ഭീഷണി പേടിച്ച് കൂടെ പോകില്ലെന്ന് എന്തോർപ്പ് എനിക്കുള്ളത്. അമ്മയോട് ക്ഷമിക്കണം. ആനന്ദ് പറഞ്ഞു. ലച്ചു അവന്റെ അടുത്തേക്ക് ഒന്ന് കരഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ചു. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാതായ ഏട്ടന്, എന്റെ അച്ഛനും ഏട്ടന്റെ സഹോദരിമാർക്കും വേണ്ടിയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന്. നിങ്ങൾ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് ഏട്ടന് അറിയാവുന്നതല്ലേ? എനിക്ക് നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിക്കാനാവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വേണ്ട ലച്ചു, നീ ഇനി കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് വേണ്ടി ഇറങ്ങിപ്പോണെന്ന് നിന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ നീ. എനിക്കറിയാമല്ല. എന്തറിയാന്ന? ഏട്ടനൊന്നും അറിയില്ല. ഓരോ ദിവസം ഇവിടെ കഴിഞ്ഞുകൂടി എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ ഒരാളെ മനസ്സിലിട്ടുകൊണ്ടാ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ജീവിച്ച പോലെ ഞാൻ നിന്നൊടുക്കാൻ പോയത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊന്നും സംഭവിക്കുന്നതാണ് എനിക്കാവില്ല. അതുകൊണ്ടാ. എന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കാനോ തേടി വരാനോ ഏട്ടന് തോന്നിയോ? ഇല്ലല്ലോ. ലച്ചു കരഞ്ഞോണ്ട് ചോദിച്ചു. മോളെ. ഗിരി വിളിച്ചു. ലച്ചു ഗിരിയെ നോക്കി. വേണ്ട അച്ഛാ, എനിക്ക് ചോദിക്കണം. ഞാൻ അവിടുന്ന് വന്ന് ഏട്ടനെ രക്ഷിക്കുന്ന ഒരു വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ കഴുത്തിൽ നിങ്ങൾ മാത്രമേ താലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ്. ഇന്നുവരെ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് ഏട്ടന് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നിന്ന് ഏട്ടൻ ചിന്തിക്കണം. എന്തിന്? എനിക്ക് തന്ന വാക്ക് പോലും തെറ്റിച്ചിട്ടാണ് നീ അവിടുന്ന് പോന്ന്. ആർക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഞാൻ വാക്കെന്നതാ. എന്റെ വാക്കിൽ നിന്ന് എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് മാത്രമാ നീ ഇവിടേക്ക് വന്ന്. പിന്നെ അതിന് നിന്നെ ഞാൻ അന്വേഷിക്കണം. ഓഹോ, അപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചാലും ഏട്ടനൊന്നുമില്ല അല്ലേ? അവന്റെ ഷർട്ടിൽ ബലമായി വിളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവൻ ശക്തിയിൽ അവളുടെ കൈ അവന്റെ ദേഹത്ത് നടത്തി മാറ്റി. നിന്റെ ഉള്ളിൽ ഞാൻ ആരുമില്ലാത്തടത്തോളം കാലം, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ആനന്ദ് പറഞ്ഞു കേട്ട് ലച്ചു ഷോക്കേറ്റ പോലെ നിന്നു. അച്ഛൻ വിഷമിക്കണ്ട. ലച്ചുവിന്റെ ഭാര്യ തന്നെയാണ്. അതിനി ആര് പറഞ്ഞാലും മാറില്ല. വീട്ടിലാർക്കും ഇതിനോട് എതിർപ്പുണ്ടാവില്ല. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ലച്ചുവിനെ. ആദ്യം ആനന്ദിനെ നോക്കിയിട്ട് ഗിരിയോട് പറഞ്ഞു. ആനന്ദ് താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു. മോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പരസ്പരം ഇഷ്ടമില്ലാതെ ഇവിടെ കൊണ്ടുപോവേണ്ട. മരിക്കുന്നവരെ എൻ്റെ മോൾക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് മോൻ ഈ താലിയുടെ കഴുത്തിൽ കെട്ടിയെന്ന് എനിക്കറിയാം. എന്നോട് മോൻ ക്ഷമിക്കണം. എൻ്റെ അടുത്ത് ഇടം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ആ സ്നേഹം പെട്ടെന്നൊന്നും നഷ്ടാവില്ലെന്നറിയാം. എൻ്റെ മോളെ മനസ്സിലാക്കി എന്തെങ്കിലും അവൾ അംഗീകരിക്കാൻ എനിക്കാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെയും ഇവിടെ ഞാൻ തന്നെ നോയിക്കൊണ്ട് മോളുവാ. കണ്ണീരോടെ അവന്റെ മുഖത്ത് നോക്കി ഗിരി പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. അത് കണ്ടത് ആനന്ദ് കണ്ണീരോടെ പോകുന്ന ഗിരിയെയും രാധികയെയും ലച്ചുവിനെയും നോക്കി. അവന്റെ ഉള്ളിൽ അവളെ ഓർത്ത് വേദന തോന്നി. അകത്തേക്ക് പോയതും പെട്ടെന്ന് ലച്ചു പുറത്തേക്ക് വരുന്ന കണ്ട് ആനന്ദിന്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി. അവൻ അവളെ തന്നെ നോക്കി. അവന്റെ മുമ്പിൽ വന്നിന്ന് അവൾ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൻ മുഖം മാറ്റി. എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ഏട്ടനാവുന്നില്ല അല്ലേ? എത്ര മറിച്ചാലും ഈ നെഞ്ചിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. എന്തിനു വേണ്ടിയാ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ മരണം വരെ ഏട്ടനെ മറന്ന് ജീവിക്കാൻ എനിക്കാവില്ല. എന്നെങ്കിലും എന്നെ വിശ്വാസമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഈ താലിയും അതിൻ്റെ അവകാശം എനിക്ക്. എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ സ്വന്തം ഇഷ്ടമില്ലാതെ കിട്ടിയ താലിയല്ലേ ഇത്? ഇതെനിക്ക് വേണ്ട. അത് പറഞ്ഞ് കഴുത്തിൽ കിടന്ന താലി അവൾ അഴിച്ചെടുത്ത് അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു ഞെട്ടിലൂടെ അവൻ താലിയിലേക്ക് നോക്കി.
ഒരിക്കലും അവളിങ്ങനെ ചെയ്യുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ച ഈ താലി അണിയാൻ, പക്ഷെ ഇപ്പം ഏട്ടനണിച്ച ഈ താലിക്ക് നമ്മൾ കണ്ട ജീവൻ തരാനാവില്ല, എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാനാവില്ല. ആവുമ്പോൾ മാത്രം മതി. അത്രയും പറഞ്ഞ് ലച്ചു കണ്ണുടച്ചുകൊണ്ട് അകത്തേക്ക് പോയതും ആനന്ദം ഞെട്ടൽ തന്നെയായിരുന്നു. ഇത് കുറച്ച് കൂടിപ്പോയി നന്ദു. അവളുടെ മനസ്സ് നീങ്ങാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ താലിയണേന് ആഗ്രഹം ഉണ്ടായിട്ടും അതിനാവ തിരിച്ച് നിന്നെ ഏൽപ്പിച്ച്. അപ്പം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് വിഷമത്തിന് നിനക്ക് പറയാനൊന്നുമില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ല. അവൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെയും വേദനയുടെയും ഒരു അംശം മാത്രമേ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. അവൾ നേരിടേണ്ടി വന്ന് എത്രമാത്രം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. ആ നീ തന്നെ ഒരിക്കലും അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒരു പെണ്ണ് താലി അഴിക്കുന്ന എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക്. അത് നീ ഓർത്തു വെച്ചു. ആദ്യം പറഞ്ഞ് വണ്ടിയിൽ കയറിയതും ആനന്ദ് കേട്ട് ഉത്തരം പറയാനാവാതെ നിന്നു. നിന്നെ കാണാൻ ഇനി അവൾ വരില്ല, വരാൻ നോക്ക്. അകത്തേക്ക് നോക്കി നിൽക്കുന്ന ആനന്ദിനെ നോക്കി ആദ്യം പറഞ്ഞതും അത് കേട്ട് അവൻ വണ്ടിയിൽ കയറി. ആദ്യ വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. റൂമിലേക്ക് എത്തിയതും ലച്ചു പൊട്ടിക്കരച്ചിലോടെ ബെഡിലേക്ക് വീണു. ഓരോ നിമിഷം അവളുടെ ഹൃദയം പിടയുകയായിരുന്നു. എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? മതിയായില്ലേ? തലയിണയിൽ മുഖമാമത്തെ അവൾ കരഞ്ഞു. ആനന്ദിന്റെ ഓരോ വാക്കും അമ്പ് പോലെ അവളുടെ ഉള്ളിൽ തറച്ചുകൊണ്ടിരുന്നു. എന്നെ മനസ്സിലാക്കാൻ ഏട്ടനാവാത്ത എന്തുകൊണ്ടാണ്? ആ താലി ഞാൻ ആഗ്രഹിച്ച, പക്ഷേ അതിന് പോലുള്ള യോഗ എനിക്കില്ല. അവൾ സ്വയം പറഞ്ഞ് കരയുകയായിരുന്നു. മോളെ. റൂമിലേക്ക് ലച്ചുവിനെ തിരക്കി ഗിരി വന്നു. അച്ഛൻ്റെ ശബ്ദം കേട്ടവൾ മുഖം തുടച്ചു. എന്തിനാ നീ കരയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടാണോ, അതോ താലി തിരികെ കൊടുത്തുള്ള കുറ്റബോധമാണോ? അച്ഛൻ ചോദിച്ചു. ലച്ചു കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. നിന്റെ മനസ്സ് എനിക്കറിയാം മോളെ. ഇഷ്ടത്തോടെയല്ല നീ താലി തിരിച്ചു കൊടുത്തെന്നും അച്ഛനറിയാം. നിന്നെ ഇഷ്ടമില്ലായിട്ടല്ല അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതും. ഗിരി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയാം അച്ഛാ, ഏട്ടൻ എന്നെ വെറുക്കാനാ വിശ്വസിക്കാനാവില്ല. എന്നിട്ട് എന്തിനെന്നെ വേദനിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വീണ്ടും വീണ്ടും വേദന മാത്രം അനുഭവിക്കാനാണ് എൻ്റെ യോഗം. അച്ഛന് അവർക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ കാര്യം പോലും മറന്ന് ഇവിടേക്ക് വന്ന്. ഏട്ടൻ എന്താ മനസ്സിലാക്കാത്തത്? എല്ലാവരും അറിയാം മോളെ. പക്ഷെ നീ ഇവിടേക്ക് വന്നതിൽ നിന്നെ ന്യായീകരിക്കാൻ എനിക്കാവില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നീ സുരക്ഷിതാവണമെന്നൊരാഗ്രഹം എനിക്കുള്ളൂ. നീ ആ വൃത്തികെട്ടവനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നത് എന്നെ പിടിച്ചുകൊണ്ടുപോയവർ പറഞ്ഞപ്പോൾ അച്ഛന് സഹിക്കാനായില്ല. ഓരോ നിമിഷവും നിന്നെ ഓർത്ത് ഞാൻ പെടുകയായിരുന്നു. അവൻ്റെ മനസ്സും അതുപോലെ വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും നമ്മളോട് അവൻ അങ്ങനെ പറഞ്ഞ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന അച്ഛനെ തോന്നുന്നുണ്ടോ? ആരെയും പ്രിയയും കാവ്യ അച്ഛൻ കണ്ടിരുന്നു. അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ആരെക്കുറിച്ച് അറിയാനുള്ള വ്യാകുലതയോട് അവൾ ചോദിച്ചു. എന്നെ കൊണ്ടുപോകുമ്പോൾ അവരെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബോധം വന്നപ്പോഴും കണ്ടില്ല. അവിടെ നിന്നവന്മാർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നെ മാത്രമല്ല അവരെ അവൻ തട്ടിക്കൊണ്ട് പോന്നിട്ടുണ്ടെന്ന്. എന്നെ രക്ഷിക്കും മുമ്പേ ആനന്ദം ആദ്യം അവിടെ ഒരു സുഹൃത്തും കൂടി ചേർന്ന് അവരെയൊക്കെ രക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് എത്താൻ വൈകിയത്. അല്ലാതെ മോളെ വേണ്ടാഞ്ഞിട്ടല്ല. ഇന്ന് അവിടേക്ക് അവർ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛൻ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ഗിരി പറഞ്ഞു. ലച്ചു ഞെട്ടലോടെ അച്ഛനെ നോക്കി. എങ്ങനെയാ അവിടെ നിന്ന് പുറത്തിറങ്ങുക എന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ എന്നെ കൊണ്ടുപോയത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാ. ഇത്രയും ദിവസം അവിടുത്തെ സ്റ്റോർ റൂമിലായിരുന്നു എൻ്റെ അവന്മാർ പൂട്ടിയിട്ടത്. ആഹാരം കഴിക്കാൻ കയ്യിലൊക്കെ എട്ടഴിച്ച അമ്മമാർ പോയതും ഗിരി അവിടുന്ന് എഴുന്നേറ്റ് ചുറ്റുമോ നോക്കി. ഇതേതാ സ്ഥലം? ഗിരി ചുറ്റും നോക്കിയതും പുറകിലായി കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അവിടേക്ക് നടന്നു. പഴയൊരു ഡയറി കണ്ടതും ഗിരി അത് കയ്യിലെടുത്തു. അത് ശങ്കറിന്റെ ഡയറിയാണെന്ന് മനസ്സിലായതും ഗിരി അവിടെ മുഴുവൻ നോക്കി. മദ്യത്തിന്റെ ഒഴിഞ്ഞ കുപ്പിയും സിഗരറ്റിന്റെയും മറ്റു സാധനങ്ങളുടെ അവശിഷ്ടമൊക്കെ കണ്ട് ഗിരി നെറ്റി വിളിച്ചു. പെട്ടെന്ന് തറയിൽ കിടന്ന ഫോട്ടോ എടുത്ത് കണ്ട ഗിരി അതെടുത്ത് നോക്കി. അത് മുഴുവൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഫോട്ടോ അല്ലേ? ലച്ചുവും ഗിരിയും രാധികയുള്ള ഫോട്ടോ കണ്ടതും അതിലേക്ക് സൂക്ഷ്മമായും നോക്കി. അപ്പൊ ഇത് ഗസ്റ്റ് ഹൗസ് ആണോ? പക്ഷേ ഇതേതാ ഞാനറിയാതെ ഇവിടെ സ്ഥലം? ഗിരി ചുറ്റും നോക്കിയതും അതെവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഗിരിക്കായില്ല. നിങ്ങളവിടെ എന്ത് ചെയ്യാ? പെട്ടെന്ന് പുറത്തുനിന്ന് ശബ്ദം കേട്ടതും ഗിരി വാതിലിനടുത്തേക്ക് നടന്നു. താക്കോൽ ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കിയാൽ ഗസ്റ്റ് ഹൗസിലെ സ്റ്റോർ റൂമിന്റെ പുറത്തുള്ള ഭാഗം കണ്ട് ഗിരി ഞെട്ടി. തൊട്ടപ്പുറത്തായി സന്ദീപ് അമ്മമാരോട് സംസാരിക്കുന്ന കണ്ട് ഗിരി അവിടെ തന്നെ നിന്നു. കാർത്തിക റൂമിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മാറ്റിയിരിക്കുന്നെന്ന് ഗിരിക്ക് മനസ്സിലായി. അയാൾ കഴിച്ചോ? സന്ദീപിന്റെ സംസാരം കേട്ടതും ഗിരി ശ്രദ്ധിച്ച് അവിടേക്ക് ചെവി കൂർപ്പിച്ചു. കൊടുത്തിട്ടുണ്ട്. അയാൾ രക്ഷപ്പെടാനുള്ള വഴി നോക്കുക. തീർത്തേക്കട്ടെ സാറേ. വരട്ടെ. കാർത്തിക അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് കാണണം അയാളെ. സന്ദീപ് പറഞ്ഞു. അമ്മമാരത് കേട്ട് വഴിമാറിക്കൊടുത്തു. അവൻ വരുന്നറിഞ്ഞു. ഗിരി ഡോറിന്റെ ബാക്കിലേക്ക് മാറി നിന്നു. സന്ദീപ് ഡോർ നിന്നു ഗിരിയെ കാണാൻ ചുറ്റും നോക്കി. എവിടെയാണോ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആള്? സന്ദീപ് ഉറക്കെ പുറത്തിരിക്കുന്നവരോട് ചോദിച്ചു. അമ്മമാർ ഓടി അകത്തേക്ക് വന്ന് അവിടെ മുഴുവൻ നോക്കി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വെട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറലോങ്ങാനുള്ള അയാള്. കാർത്തിക് സാർ തട്ടിയെങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിന്ന് ഡയലോഗ് അടിക്കാൻ പോയി കണ്ടുപിടിക്കാൻ നോക്ക്. സന്ദീപ് അത് പറഞ്ഞ് ദേഷ്യത്തിൽ ഡോറടിച്ച് പുറത്തേക്ക് പോയതും ഗിരി അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് ആരുടെയൊക്കെ ശബ്ദം കേട്ടതും ഗിരി ആരും കാണാത്തിടത്തേക്ക് മറിഞ്ഞു നിന്നു.
പെട്ടെന്ന് ആരോ ഡോറ് ചവിട്ടി പൊളിക്കുന്ന സൗണ്ട് കേട്ടതും ഗിരി മറിഞ്ഞിരുന്നു. അകത്തേക്ക് കയറി വരുന്ന ആനന്ദിനെ ആദ്യം വരുണിനെയും കണ്ട് ഗിരി ജീവനും കൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി. അച്ഛാ! ആനന്ദ് ഗിരിയെ കണ്ടെന്ന് നീട്ടി വിളിച്ചു. മോനെ, എൻ്റെ മോള്, അവളെ രക്ഷിക്കണം, അവളെൻ്റെ കയ്യില, പ്ലീസ്. ഗിരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാളുടെ ഉള്ളിലെ വേദന എത്രത്തോളമാണെന്ന് ആനന്ദിന് അറിയാമായിരുന്നു. അവൻ്റെ ഉള്ളും അവളുടെ അടുത്തേക്ക് എത്താൻ ധൃതി കൂട്ടുകയായിരുന്നു. നമുക്ക് പോവാം, നിങ്ങൾ വാ. വരുൺ പറഞ്ഞതും ആദ്യം ആനന്ദും ഗിരിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവരടിച്ചു വീഴ്ത്തിയ ഗുണ്ടയിലൊരുത്തൻ ഗിരിയെ കണ്ടതും കത്തിയുമായി ഗിരിയുടെ നേർക്ക് പാഞ്ഞതും അത് കണ്ട് വരുൺ ഗിരിയെ തള്ളി മാറ്റി അയാളെ ചവിട്ടിയിട്ടു. അയാളുടെ കയ്യിലെ കത്തി വരുണിന്റെ ദേഹത്തുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. വരുൺ! ആദ്യം അവനെ വിളിച്ചതും വരുൺ വേദനയോടെ നോക്കി. വരുൺ അത് വകവെക്കാതെ അയാളെ ഒന്നുകൂടി ആഞ്ഞി ചവിട്ടി ദേഷ്യത്തിൽ കത്തിക്കൊണ്ട് അയാളുടെ ദേഹത്ത് ആഞ്ഞു കുത്തി. അത് കണ്ടതും ആനന്ദും ആദ്യം ഗിരിയും ഞെട്ടിത്തെരിച്ച് നിന്നു. നിങ്ങൾ പോയിക്കോ, ഏമാറി ഞാൻ ഡീൽ ചെയ്തോളാം, വണ്ടിയിൽ വെയിറ്റ് ചെയ്താൽ മതി, വരുൺ പറഞ്ഞു. അവർ നേരെ കാറിന്റെ അടുത്തേക്ക് ഓടി. മോനെ, ആ കുട്ടി? വരുണിനെ നോക്കി ഗിരി ചോദിച്ചു. ആനന്ദ് ആദ്യം നോക്കി. എൻ്റെ ഫ്രണ്ടാ വരുൺ, അച്ഛനൊന്നും ഓർക്കണ്ട, വണ്ടി കയറിയിരിക്കും, ഞങ്ങളിപ്പോൾ വരാം. ഗിരിയെ നിർബന്ധിച്ച് വണ്ടിയിലിരുത്തി ആദ്യം ആനന്ദ് അവിടേക്ക് പോകാൻ പോയതും വരുൺ ഓടി അവിടേക്ക് വന്നു. വണ്ടി എടുക്ക്. ആമാരെന്ത് ചെയ്തു? ആ മുറിയിൽ പൂട്ടിയിട്ടു. ഒരുത്തൻ തീർന്നു തോന്നുന്നു, മറ്റവനും ജീവനുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും അവൻ സംസാരിക്കില്ല, എഴുന്നേൽക്കുകയില്ല, വരുൺ പറഞ്ഞു. ആദ്യം ആനന്ദ് മനസ്സിലാവാൻ പരസ്പരം നോക്കി. എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലാക്കിയിട്ട് നിങ്ങൾ പൊക്കോ, ആ വിവാഹം നടക്കാൻ പാടില്ല, ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറയാം, കയറൂ, ആദ്യം പറഞ്ഞു. വരുൺ ഗിരിയുടെ അടുത്തായിരുന്നു. ഗിരി ഞെട്ടലോടെ വരുണിനെ നോക്കി. സാറ് ഒന്നും ആലോചിക്കണ്ട, ഇവിടെ നടന്നൊന്നും സാറ് കണ്ടിട്ടുമില്ല, വരുൺ പറഞ്ഞു. ഗിരി അതുപോലെ തലയാട്ടി. ആദ്യം ഹോസ്പിറ്റൽ വണ്ടി നിർത്തിയതും അവരോട് വരുൺ അവർ കൈ കാണിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി. അവൻ പോയതും ഞെട്ടൽ മാറാതിരിക്കുന്ന ഗിരിയെ ആനന്ദ് നോക്കി. അത് കണ്ടതും ആനന്ദ് ഗിരിയോടെ വരുണിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഗിരി കാർത്തികനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ പറഞ്ഞു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്കാ വന്ന്, ഗിരി പറഞ്ഞു. ലച്ചു അതൊക്കെ ഒരു ഞെട്ടലോടെ കേട്ടിരുന്നു. പെട്ടെന്ന് രേങ്ങലടി കേട്ടതും ലച്ചുവും ഗിരിയും വാതിൽ നിന്ന് കരയുന്ന രാധികയെ നോക്കി. നീ എന്തിനാ കരയുന്നത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല രാധികയെ, ഗിരി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ കുട്ടിയില്ലായിരുന്നെങ്കിൽ ഏട്ടൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല, ഇതൊന്നും ആരും അറിയും വേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എല്ലാം മറക്കണം, അതൊക്കെ ഒരു ദുസ്വപ്നായി കണ്ടാൽ മതി മോളും. ലച്ചുവിനെ രാധികയെ നോക്കി ഗിരി പറഞ്ഞതും അവർ വേദനയോടെ തലകുലുക്കി. എന്നിട്ടും മാറാത്ത രാധികയുടെ മുഖത്ത് വിഷമം കണ്ടതും ഗിരി ലച്ചുവിനെ ഒന്ന് നോക്കി. അവളെ ഓർത്തിട്ടാണെങ്കിൽ നിന്റെ വിഷമമെങ്കിൽ അത് വേണ്ട, ആനന്ദ് വരും, അവൻ ഇവളോടുള്ള ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല, ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാവും. ഏട്ടന് വരാതിരിക്കാനാവില്ല അച്ഛാ, അവൾ വിശ്വാസത്തോടെ പറഞ്ഞു. രാധിക അത് കേട്ട് സമാധാനത്തോടെ നോക്കി. സ്വന്തം മകളുടെ ജീവിതോർത്തുള്ള വേദനയായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. വീട്ടിലെത്തിയതും ലച്ചുവിനെ കൂട്ടി വരുമെന്ന് പറഞ്ഞവർ അവളില്ലാതെ വരുന്ന കണ്ട് അമ്മയും അച്ഛനും ആര്യയും കാവ്യയും പ്രിയും കാര്യറിയാതെ ആദിയെയും ആനന്ദിനെയും വളഞ്ഞു. ലച്ചു കൂടെയില്ലെന്ന് കണ്ടതും സുമതിയുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവിടെ കെട്ട് കഴിഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവൾ ആ കല്യാണത്തിന് ഇഷ്ടമുണ്ടായിട്ട് തന്നെ പോയതാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സുമതി പറഞ്ഞതും ആനന്ദ് അവരെ ദേഷ്യത്തിൽ നോക്കി. അത് കേട്ടതും അച്ഛനും അമ്മയും ഞെട്ടലോടെ ആനന്ദിനെ നോക്കി. നന്ദു, ലച്ചു എവിടെയാടാ? അവളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയത്? സുമതി പറഞ്ഞ പോലെ എന്തെങ്കിലും? അമ്മ ടെൻഷൻ മാറാതെ ചോദിച്ചു. ആന്റി പറഞ്ഞാൽ കാര്യമുണ്ടമ്മേ, ലച്ചുവിന്റെ വിവാഹം കഴിഞ്ഞു. ആദ്യം പറഞ്ഞ എല്ലാവരും അത് ഉൾക്കൊള്ളാനാവാതെ ഞെട്ടിലോടെ നിന്നു. സുമതി അത് കേട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചു. ആദി, അച്ഛൻ അവനെ നോക്കി വിളിച്ചും എല്ലാവരുടെയും മുഖം കണ്ട ആദി പാതി കാര്യത്തിലും പാതി തമാശയായിട്ടും പറഞ്ഞു. കല്യാണം കഴിഞ്ഞു, കെട്ടിയത് അമ്മയുടെ നിൽക്കുന്ന മോനാ, ആദി പറഞ്ഞു. അത് കേട്ട് സുമതിയുടെ മുഖത്ത് ചിരിമാഞ്ഞു. ബാക്കി എല്ലാവരുടെയും മുഖത്ത് അത് കേട്ട് ആശ്വാസവും ഒപ്പം ഞെട്ടലും ഉണ്ടായിരുന്നു. ഞങ്ങളില്ല നിന്റെ കല്യാണം കഴിഞ്ഞു വന്നോ? അത് പിന്നെ അച്ഛാ, ആ സാഹചര്യത്തിൽ വേണ്ടി വന്നു, ആദ്യം അതും പറഞ്ഞ് അവിടെ നടന്ന എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അവന് പോലീസ് കൊണ്ടുപോയല്ലേ? അത് നന്നായി, എനിക്ക് രണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വകയോ? എന്നിട്ട് ലച്ചുവിടെ? പ്രിയ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടത് ആദ്യം ആനന്ദിനെ നോക്കിയതും അവനൊന്നും മിണ്ടാവേ മുറിയിലേക്ക് നടന്നു. എന്താടാ ആദ്യം ഇതൊക്കെ? എന്താ സംഭവിച്ചത്? ഞങ്ങളില്ല വിവാഹം നടന്നു എന്ന് പറഞ്ഞു, അത് സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ലച്ചുവിടെ? കെട്ടിയപ്പോ തന്നെ അവൻ അവളെ മടുത്ത് കാണും. വേറൊരു തന്നെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന് അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആന്റിയേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാം അവളെ, ആദ്യം പറഞ്ഞു. സുമതി പല്ലടിച്ച് ദേഷ്യം അടക്കി. ആദി, മോളെവിടെയാടാ? അമ്മ ദയനീയമായി ചോദിച്ചു. ഒരു വലിയ തെറ്റ് ചെയ്തിട്ടാ ഇപ്പൊ അവൻ ഇങ്ങോട്ട് വന്ന്. വാശിപ്പുറത്ത് വിളിച്ചു പറഞ്ഞ വാക്കില് ലച്ചുവിന്റെ വേദന നന്ദു കണ്ടില്ല. സ്വന്തം അച്ഛനെ ഇവരെ ഓർത്തിട്ടാ അവളിടുന്ന് പോയത്. അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാവില്ലെന്ന് നന്ദു പറഞ്ഞു. അവളിവിടെ കൂട്ടില്ലെന്നും. എന്നിട്ട് എന്തു പറ്റി കൊച്ചേട്ടാ? ചേച്ചി വരില്ലെന്ന് പറഞ്ഞോ? ആരി കേൾക്കാനുള്ള ആകാംക്ഷയെ ചോദിച്ചു. അത് കേട്ടത് ആദ്യം എല്ലാവരെയും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞതും അമ്മ നെഞ്ചത്ത് കൈവച്ച് ലച്ചു താലിയഴിച്ച് തിരിച്ചു കൊടുത്തു. അംഗീകരിക്കാനാകുമ്പോൾ മാത്രമേ അവൾക്ക് ആ താലിമതി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും നന്ദു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ കുറ്റബോധത്തില്ല, ആദ്യം പറഞ്ഞതും അമ്മയും അച്ഛനും അത് കേട്ട് ഞെട്ടലോടെ നിന്നു.
എന്തൊക്കെയാ ദൈവമേ ഇത്? കെട്ടിയ താലി അഴിച്ചു കൊടുത്തുന്നോ? അമ്മ വേദനയോടെ പറഞ്ഞു. അവളല്ലേ ആള്, പിന്നെ താലി അഴിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. സാധാരണ കെട്ടിയവൻ ചാകുമ്പോഴാ താലി അഴിക്കാറ്. ഇതിപ്പോ കെട്ടിയപ്പോ തന്നെ അവൾ താലി അഴിച്ചെങ്കിൽ. സുമേ! ആരെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അച്ഛൻ ദേഷ്യത്തിൽ വിളിച്ചു. അച്ഛന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടതും സുമതി പേടിച്ച് ഞൊണ്ടി മേലേക്ക് വലിഞ്ഞു. ഞാനൊന്ന് നന്ദുവിനെ കണ്ടിട്ട് വരാം. അമ്മ അതും പറഞ്ഞ് അവിടുന്ന് പോയതും അച്ഛൻ എല്ലാം കേട്ട് തല കയ്യും കൊടുത്ത് അവിടെ ഇരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.